ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഒരുപാട് ഗുണങ്ങളാണല്ലോ. എന്നാൽ ചിലരെങ്കിലും എഐയെ വല്ലാതെ ഭയക്കുന്നുണ്ട്. ജോലി പോകുമോ എന്നാണ് പലരുടെയും പേടി. അങ്ങനെ ഒരു ചിന്ത വേണോ? എഐ വളരെ ഗുണകരമായ ഒന്നല്ലേ? നമുക്ക് പരിശോധിക്കാം. എഐയുടെ കുതിപ്പ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് 2024 ലോകം എഐയെ നോക്കിക്കാണുന്നത്. വാണിജ്യ ഉൽപാദന മേഖല, സർവീസ് സെക്ടർ തുടങ്ങി സർവ്വ മേഖലകളിലും ഇന്ന് എഐ നിർണായക ശക്തിയാണ്. ഓരോ കമ്പനികളും വലിയ നിക്ഷേപമാണ് ഈ നിർമ്മിത ബുദ്ധിക്കായി നടത്തുന്നത്. എന്നാൽ എഐ പിടിമുറുക്കുന്നതോടെ തൊഴിലവസരങ്ങൾ കുറയുമോ എന്ന് പേടിക്കുന്ന നിരവധി ആളുകളും നമുക്കിടയിലുണ്ട്. ആ പേടിയൊന്നും ആർക്കും വേണ്ട. പണി കളയാൻ മാത്രമല്ല, പണി കൊടുക്കാനും എഐക്ക് കഴിയും. എങ്ങനെയാണെന്നല്ലേ പറയാം. എഐയുടെ ദ്രുതഗതിയിലുള്ള ഈ മുന്നേറ്റങ്ങൾ വരും കാലങ്ങളിലും നിരവധി ജോലി സാധ്യതകളാണ് സൃഷ്ടിക്കുക. കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്നവർക്ക്, അതായത് പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കി നമ്മളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്ന ആർക്കും എഐ രംഗത്ത് ജോലി ഉറപ്പാണെന്ന് സാരം. ആഗോള സേവന കമ്പനികൾ മാത്രമല്ല, ഭരണകൂട ഏജൻസികളും തങ്ങളുടെ സേവനങ്ങളിൽ എഐ സാധ്യതകൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. നിക്ഷേപക സ്ഥാപനങ്ങൾ എഐ കമ്പനികളിൽ നിക്ഷേപിക്കാനായി വലിയ മത്സരങ്ങൾ നടക്കുന്നു. എഐ സാങ്കേതിക വിദ്യകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന കോർപ്പറേഷനുകളുടെ എണ്ണത്തിൽ വരും കാലങ്ങളിലും വർധനവുണ്ടാകുന്നതിനാൽ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള ജോലികളിൽ ഒന്നാണ് എഐ റിസർച്ച് സയന്റിസ്റ്റ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഡീപ് ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, സ്പീച്ച് റെക്കഗ്നിഷൻ എന്നിങ്ങനെ എഐയുടെ വിവിധ മേഖലകളിൽ വിശദമായ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്താനുള്ള അവസരമാണ് എഐ ഗവേഷണ ശാസ്ത്രജ്ഞന് ഇതുവഴി ലഭിക്കുക. മറ്റൊന്ന് എഐ എഞ്ചിനീയർ ആണ്. കമ്പനികളുടെ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനുകളും സിസ്റ്റങ്ങളും നിർമ്മിക്കാൻ എഐ മെഷീൻ ലേണിംഗ് രീതികൾ ഉപയോഗിക്കുന്ന പ്രൊഫഷണലുകളാണ് ഇവർ. ഒരു എഐ എഞ്ചിനീയർക്ക് ഓർഗനൈസേഷനുകളെ അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനുമുള്ള ബിസിനസ് തന്ത്രങ്ങളിൽ സഹായിക്കാനും കഴിയും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെയും ഡേറ്റാ സയന്റിസ്റ്റിന്റെയും കോമ്പിനേഷനാണ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ. ഡേറ്റാ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് റിസർച്ച് എന്നിവയിൽ പശ്ചാത്തലമുള്ള കൃത്യമായ യോഗ്യതയുള്ള ആർക്കും ഈ ജോലി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതേ രീതിയിലുള്ള മറ്റൊരു ജോലിയാണ് എഐ ഡാറ്റ എഞ്ചിനീയർ. അടിസ്ഥാനപരമായി ഡേറ്റാ സയൻസിന്റെ ഭാഗമാണ് ഈ ജോലി. ഇത് ആയിരക്കണക്കിന് ഓർഗനൈസേഷനുകളെ അവരുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ഉപയോഗിക്കാൻ പ്രാപ്തമാക്കും. മിക്കവാറും എല്ലാ വ്യവസായങ്ങളിലും ആപ്ലിക്കേഷനുകളുള്ള ഒരു വിശാലമായ മേഖലയാണ് ഡാറ്റ എഞ്ചിനീയറിംഗ്. എഐയെയും അതിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെയും കുറിച്ച് നമുക്ക് നന്നായി അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ റിസ്ക് കുറയ്ക്കാനും ഒരു ജോലിയുണ്ടെങ്കിലോ? അതാണ് എഐ എത്തിക്സ് കൺസൾട്ടന്റ്. അതായത് എഐയുടെ സുതാര്യത, സ്വകാര്യത, ധാർമ്മിക തത്വങ്ങൾ, മൂല്യങ്ങൾ എന്നിവയിൽ മേൽനോട്ടം വഹിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുമാണ് ഈ ജോലി. ഇതുകൂടാതെ എഐ പ്രൊഡക്റ്റ് മാനേജർ, എഐ സൊല്യൂഷൻ ആർക്കിടെക്ട്, കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ തുടങ്ങിയ തൊഴിൽ സാധ്യതകളും എഐ തുറന്നിടുന്നു. മെറ്റാവേഴ്സ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, റോബോട്ടിക്സ്, ഡ്രോൺസ് തുടങ്ങി സർവ്വ മേഖലകളിലും വലിയ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളുമാണ് എഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാവി ലോകം എഐ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും യുവജനങ്ങളും കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ലോകം അടക്കി വാഴാൻ കഴിവുള്ള എഐ സാങ്കേതിക വിദ്യയെ ഗൗരവമായി കാണണം എന്ന കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ.